ലോകം ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിലാണ്. ടീമുകളുടെ എണ്ണത്തിലും കളി നിയമങ്ങളിലും തുടങ്ങി കെട്ടിലും മട്ടിലും പുതുമകൾ ഏറെയുണ്ട് ഇത്തവണത്തെ കാൽപന്തുകളുടെ വിശ്വമാമാങ്കത്തിന്. 3 രാജ്യങ്ങളിലായി ഇതാദ്യമായാണ് ലോകകപ്പ് നടക്കുന്നത്. അമേരിക്ക, മെക്സിക്കോ, കാനഡ ഇവരാണ് 23ാം ലോകകപ്പിന്റെ ആതിഥേയർ. 3 രാജ്യങ്ങളായി നടക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണ ലോകകപ്പിന് 3 ഭാഗ്യചിഹ്നങ്ങളുമുണ്ട്. മാസ്കോട്ട്സ് എന്നാണ് ഭാഗ്യചിഹ്നങ്ങളെ വിളിക്കാറ്. കാനഡയുടെ മേപ്പിൾ, മെക്സിക്കോയുടെ സായു, അമേരിക്കയുടെ ക്ലച്ച് ഇതാണ് 3 ചിഹ്നങ്ങൾ. ഐക്യം, ശക്തി, സന്തോഷം, ആവേശം എന്നിവയെ പ്രതിനിധീകരിക്കുന്നവയാണ് ഇവ. കൂടാതെ ഫുട്ബോളിലെ 3 പൊസിഷനുകളെയും അവ പ്രതിനിധാനം ചെയ്യുന്നു. അതായത് മെക്സിക്കോയുടെ സായു സ്ട്രൈക്കറെയാണ് സൂചിപ്പിക്കുന്നത്. എതിരാളിയുടെ പ്രതിരോധ നിരയെ അനായാസം തകർക്കാൻ സായുവിന് പ്രത്യേക കഴിവുണ്ട്. അമേരിക്കയുടെ ക്ലച്ച് മിഡ്ഫീൽഡറെ സൂചിപ്പിക്കുന്നു. ഏത് കഠിനമായ വെല്ലുവിളിയെയും അവസരമാക്കി മാറ്റാനും സഹതാരങ്ങളിൽ ആവേശം നിറയ്ക്കാനും ക്ലച്ചിന് കഴിയും. കാനഡയുടെ മേപ്പിൾ ആകട്ടെ ഗോൾ കീപ്പറെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഏത് കഠിനമായ ഷോട്ടുകളും തടുക്കാനുള്ള പ്രതിരോധ ശേഷി മേപ്പിളിനുണ്ട്. 1966-ലാണ് ആദ്യമായി ഔദ്യോഗിക ഭാഗ്യചിഹ്നം ലോകകപ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. ബ്രിട്ടന്റെ പരമ്പരാഗത പ്രതീകമായ സിംഹത്തിന്റെ രൂപത്തിലുള്ള വേൾഡ് കപ്പ് ഫില്ലിയായിരുന്നു അത്. ചിത്രകാരനായ റെഗ് ഹോയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ബ്രിട്ടന്റെ ദേശീയ പതാകയായ യൂണിയൻ ജാക്ക് ധരിച്ച് വേൾഡ് കപ്പ് എന്ന് രേഖപ്പെടുത്തിയ കുപ്പായമണിഞ്ഞ വില്ലി അന്ന് ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. പ്രശസ്ത സ്കോട്ടിഷ് ഗായകനായ ലോണി ഡൊണഗൻ ആലപിച്ച വില്ലിയുടെ പേരിലുള്ള തീം സോങ്ങും അക്കാലത്ത് വലിയ തരംഗമായിരുന്നു. 2022-ൽ ഖത്തർ ലോകകപ്പിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ലയീബ് ആയിരുന്നു. അറബിക് വാക്കായ ലയീബ് എന്നാൽ അതിവിദഗ്ധനായ കളിക്കാരൻ എന്നാണ് അർത്ഥമാക്കുന്നത്. 2018-ൽ സാംബിവാക്ക എന്ന ചെന്നായയുടെ ചിഹ്നമായിരുന്നു. റഷ്യൻ പേരായ സാംബിവാക്കയുടെ അർത്ഥം ഗോൾ സ്കോറർ എന്നാണ്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ മാസ്കോട്ട്സിന്റെ പ്രാധാന്യം ഏറെയാണ്. 2022-ലെ ലോകകപ്പിൽ അർജന്റീനൻ ഇതിഹാസ താരം ലയണൽ മെസ്സി കപ്പിൽ മുത്തമിട്ട നിമിഷം ഓർക്കാത്ത ഒരു ഫുട്ബോൾ പ്രേമി പോലുമില്ല. അന്നത്തെ ലയീബ എന്ന ഭാഗ്യചിഹ്നത്തിന്റെ അർത്ഥം അതിവിദഗ്ധനായ കളിക്കാരൻ എന്നായിരുന്നു എന്ന് ഇതോടൊപ്പം എടുത്തു പറയേണ്ടതാണ്.